അപ്രോച്ചസ് ഓഫ് പ്രോബിലിറ്റി കഴിഞ്ഞാൽ അടുത്തൊരു ഹെഡിങ് വരുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് തിയറംസ് ഓഫ് പ്രോബിലിറ്റിയാണ്. ഓക്കെ, അതിൽ മെയിനായിട്ടും പ്രോബിലിറ്റി രണ്ട് തിയറംസ് വരുന്നുണ്ട്, അഡീഷൻ തിയറം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, അഡീഷൻ തിയറത്തിൽ രണ്ട് കേസസ് വരുന്നുണ്ട്, ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവും ദെൻ കേസ് 2 എന്ന് പറയുന്നത് ഇവൻറ്റ്സ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ദ occurrence of one of them prevent or exclude the possibility of the occurrence of other. ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ മറ്റൊന്നിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് കിട്ടുമ്പോൾ ടെയിൽ കിട്ടാനുള്ള ചാൻസാണ് ഇല്ലാതാവുന്നത്. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് സംഭവിക്കില്ല, ഒരു ഔട്ട്കം മാത്രമേ സംഭവിക്കുള്ളൂ. ഒന്ന് കിട്ടുമ്പോൾ മറ്റൊന്നിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവൻ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയി കഴിഞ്ഞാൽ അഡീഷൻ തിയറം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, എ ബി എന്ന് പറയുന്നത് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ നമ്മുടെ എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഫൈൻഡ് ഔട്ട് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. രണ്ട് ഇവൻറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എയും ബിയും നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.45 എന്നും പ്രോബിലിറ്റി ഓഫ് ബി പി ഓഫ് ബി 0.35 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി എ യൂണിയൻ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് പെർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെ, പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് എ 0.45 പ്ലസ് 0.35 പ്രോബിലിറ്റി ഓഫ് ബി രണ്ടും ആഡ് ചെയ്ത് 0.8 ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പ്രോബിലിറ്റി ഓഫ് എ 0.3 പ്രോബിലിറ്റി ഓഫ് ബി 0.4 ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 0.3 ആണ്, പ്രോബിലിറ്റി ഓഫ് ബി 0.4 ആണ്, എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി വിൽ ഗെറ്റ് 0.3 പ്ലസ് 0.4 0.7 എന്ന് കിട്ടും. കാരണം ഇവിടെ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. അതും എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ആൻ ഓർഡിനറി പാക്ക് ഓഫ് 52 കാർഡ്സ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോൺ കാർഡ് ഈസ് എയ്തർ സ്പെയ്ഡ് ഓർ ഡയമണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ഓഫ് കാർഡ്സിൽ എത്ര ഡയമണ്ട് ഉണ്ട്, എത്ര സ്പെയ്ഡ് ഉണ്ട്, എത്ര കിങ് ഉണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു 52 ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് ഡയമണ്ടും സ്പെയ്ഡും കിട്ടാനുള്ള ചാൻസാണ്, ഡയമണ്ടോ സ്പെയ്ഡ് ഇത് കിട്ടാനുള്ള ചാൻസാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അഡീഷൻ തിയറത്തിൽ ഫസ്റ്റ് കേസാണ് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്. കാരണം ഇവിടെ രണ്ടും കൂടി വരില്ല, ഒന്നില്ലെങ്കിൽ സ്പെയ്ഡ് അല്ലെങ്കിൽ ഡയമണ്ടേ വരുന്നുള്ളൂ. രണ്ടും സ്പെയ്ഡ് ഡയമണ്ട് എന്തായാലും വരുന്നില്ല, ഇൻ്റർസെക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് നോട്ട് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് സ്പെയ്ഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 13/52. ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ 13 സ്പെയ്ഡ് കാർഡാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 13/52. ദെൻ പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ഡയമണ്ട് കാർഡ് ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഡയമണ്ട് കാർഡ് ഒരു പാക്കിൽ എത്ര വരുന്നത് 13 ആണ് വരുന്നത്. ഇപ്പോൾ രണ്ടും 13 ആണ്, ഡയമണ്ട് കാർഡും സ്പെയ്ഡ് കാർഡും 13 ആണ് വരുന്നത്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി, ദാറ്റ് മീൻസ് 13/52 പ്ലസ് 13/52 വിൽ ഗെറ്റ് 26/52. 26/52 ആണ് സ്പെയ്ഡ് അല്ലെങ്കിൽ ഡയമണ്ട് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, എങ്ങനെയാണ് രണ്ട് ഇവൻറ്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സ്പെയ്ഡും ഡയമണ്ടും കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 13 + 13 26/52 ആണ് വരുന്നത്. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം.
A bag contain 4 white, 2 black, 3 yellow and 3 red ball. ഒരു ബാഗിൽ 4 വൈറ്റ് ഉണ്ട്, 2 ബ്ലാക്ക്, 3 യെല്ലോ, 3 റെഡ് ബോൾസ് ആണുള്ളത്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ ഓർ റെഡ് ബോൾ അറ്റ് റാൻഡം ഇൻ എ സിംഗിൾ ഡ്രോ ഓഫ് 1. ഓക്കെ, ചോദിച്ചിരിക്കുന്ന വൈറ്റ് ബോളോ അല്ലെങ്കിൽ റെഡ് ബോളോ കിട്ടാനുള്ള ചാൻസ്. ഇപ്പോൾ അതിനൊരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബാഗിൽ 4 വൈറ്റ്, 2 ബ്ലാക്ക്, 3 യെല്ലോ ആൻഡ് 3 റെഡ് ആണുള്ളത്. അതിൽ നിന്ന് ഒരു വൈറ്റ് ബോളോ റെഡ് ബോളോ കിട്ടാനുള്ള ചാൻസ് എന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെയും അഡീഷൻ തിയറാണ്. അഡീഷൻ തിയറത്തിൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 4/12. ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 4 + 2 + 3 + 3 12 ബോൾസ് ആണുള്ളത്. അതിൽ വൈറ്റ് ബോൾ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇപ്പോൾ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് 4/12 ആൻഡ് ബി എന്ന് പറയുന്നത് പിന്നെ വൈറ്റ് ഓർ റെഡ് ആണ്. അപ്പോൾ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബി 3/12 ആണ്. 3 റെഡ് ബോൾസ് ആണ് ആ ബാഗിലുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഏതാണ്? വൈറ്റ് അല്ലെങ്കിൽ റെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി = പ്രോബിലിറ്റി ഓഫ് എ + പ്രോബിലിറ്റി ഓഫ് ബി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 4/12 + 3/12 വിൽ ഗെറ്റ് 7/12 ആണ് ആ ബാഗിൽ നിന്ന് ഒരു വൈറ്റ് ബോളോ അല്ലെങ്കിൽ റെഡ് ബോളോ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇതാണ് വേറെ എക്സാമ്പിൾ. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടോട്ടൽ ഓഫ് 7 or 11 ഇൻ എ സിംഗിൾ ത്രോ വിത്ത് 2 ഡൈസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഓഫ് 2 ഡൈ ത്രോ ചെയ്തു. അതിൽ ടോട്ടൽ ഓക്കെ 7 അല്ലെങ്കിൽ 11 കിട്ടാനുള്ള ചാൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 കിട്ടാനുള്ളത് കണ്ടുപിടിക്കണം നമ്മൾ. 11 കിട്ടാനുള്ളത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 11 അല്ലെങ്കിൽ 7 കിട്ടാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കേസസ് ആണ്? 36. 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് കിട്ടുന്ന എത്രയായിരിക്കും? 36 ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ 36 ഔട്ട്കംസ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ അത് എഴുതാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ ടോട്ടൽ 7 കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം അതിൻ്റെ സാമ്പിൾ സ്പേസ്, റിക്വയർഡ് സാമ്പിൾ സ്പേസ് എങ്ങനെ വരുന്നത്? 1 6 അന്ന് ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഡൈ 1 കിട്ടാം, സെക്കൻഡ് ഡൈ 6 കിട്ടാം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. ഇനി വേറെ എങ്ങനെ കിട്ടാം? ഫസ്റ്റ് ഡൈയിൽ ത്രോ ചെയ്താൽ 2 കിട്ടാം, സെക്കൻഡ് ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടാം, 2 5 വരാം. ഇനി ഫസ്റ്റ് ഡൈയിൽ 3 കിട്ടാം, സെക്കൻഡ് ഡൈയിൽ 4 കിട്ടാം, ടോട്ടൽ 7 കിട്ടും. 3 + 4 7. ഇനി ഫസ്റ്റ് ഡൈയിൽ 4 കിട്ടാം, സെക്കൻഡ് ഡൈയിൽ 3 കിട്ടാം, അതും ടോട്ടൽ 7 ആണ്. ഇനി വേറെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡൈ ത്രോ ചെയ്ത 5 അല്ലെങ്കിൽ സെക്കൻഡ് ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 2. ലാസ്റ്റ് പ്രോബിലിറ്റി ഫസ്റ്റ് ഡൈയിൽ 6, സെക്കൻഡ് ഡൈയിൽ 1. ഇത്രയും പ്രോബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. 7 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 1 2 3 4 5 6 7 6 ചാൻസസ് ആണ് വരുന്നത്. ഓക്കെ, 7 കിട്ടാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 36 ഔട്ട്കംസ് വരും. അതിൽ 7 ടോട്ടൽ കിട്ടാവുന്ന ചാൻസസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ 7 കിട്ടാനുള്ള ചാൻസസ് 6 ആണ്. അപ്പോൾ 6/36 ആണ് ഫസ്റ്റ് പ്രോബിലിറ്റി. ടോട്ടൽ ഓഫ് 7 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 6/36 ആണ്. ഇനി 11 കിട്ടാനുള്ള ചാൻസ് നോക്കണം. 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടുന്ന എപ്പോഴൊക്കെയാണ്? 6 5, അതേപോലെ 5 6. ഫസ്റ്റ് ഡൈയിൽ 6 വരാം, സെക്കൻഡ് ഡൈയിൽ 5 വരാം, ദെൻ ഫസ്റ്റ് ഡൈയിൽ 5 വരാം, സെക്കൻഡ് ഡൈയിൽ 6 വരാം. ടോട്ടൽ ചെയ്ത് 2 11 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2/36 ആണ്. അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആസ് പെർ അഡീഷൻ തിയറം ആൻഡ് ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. പ്രോബിലിറ്റി ഓഫ് എ + പ്രോബിലിറ്റി ഓഫ് ബി ആണ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 6/36 + 2/36 8/36 ആണ് വരുന്നത്. 2 ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് 7 or 11 കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 8/36 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്നാണ് 7 കിട്ടാവുന്ന ചാൻസസ് ഏതൊക്കെ നോക്കാം. ഓക്കെ, 2 ഡൈ ത്രോ ചെയ്താൽ ഫസ്റ്റ് ടോട്ടൽ 36 നിന്ന് 7 വരാനുള്ള ചാൻസസ് 1 6 2 5 3 4 4 3 5 2 6 1. അതേപോലെ 11 കിട്ടാനുള്ളത് 6 5 5 6. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 or 11 കിട്ടാനുള്ള പ്രോബിലിറ്റി കിട്ടും. ഇതാണ് അഡീഷൻ തിയറത്തിലെ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയ എങ്ങനെയാണ് അഡീഷൻ തിയറം പ്രകാരം പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്.